അടുത്ത കാലത്തായിട്ട് ഒരുപാട് ചരക്ക് കപ്പലുകൾ തീ പിടിച്ച് വെള്ളത്തിൽ മുങ്ങിപ്പോയതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. An electric vehicle is thought to have started a fire on board a cargo ship carrying thousands of cars. A cargo ship carrying luxury cars caught fire at sea. Electric vehicles have become dangerous cargo with a surge in the number of fire incidents at sea. ഈ അടുത്ത കാലത്ത് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഇലക്ട്രിക് കാറുകൾ കൊണ്ടുപോകുന്ന കാർ കാരിയർ ഷിപ്പുകൾ തീ പിടിച്ച് മുങ്ങിപ്പോയതായിട്ട്. എന്തുകൊണ്ടാണ് കപ്പലിൽ തീ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ അണയ്ക്കാനായിട്ട് ഇത്ര ബുദ്ധിമുട്ടുള്ളത്? എവിടെ നോക്കിയാലും വെള്ളം, ചുറ്റിനും വെള്ളം. പിന്നെ എന്തുകൊണ്ടാണ് ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീ പെട്ടെന്ന് അണയ്ക്കാൻ പറ്റാത്തത്? ഒരു കപ്പലിനെ സംബന്ധിച്ച് തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ അത് അണയ്ക്കാനുള്ള എല്ലാവിധ സംവിധാനവും കപ്പലിൽ തന്നെയുണ്ട്. ഫിക്സ് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റംസ് എന്നാണ് അതിന് പറയുന്നത്. അതുകൂടാതെ പോർട്ടബിൾ ആയിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് സിസ്റ്റംസ് ആയ നമ്മുടെ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ട്, ഫയർ ഹോസസ് ഉണ്ട്. അങ്ങനെ ഫയറിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരുപാട് മെഷേഴ്സ് ഓൾറെഡി ഷിപ്പിലുണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കപ്പലിലെ ക്രൂവിന്റെ സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനം. കപ്പലിലുണ്ടാകുന്ന ഏറ്റവും അപകടകരമായ അവസ്ഥയും തീപിടുത്തം തന്നെയാണ്. പല കാരണം കൊണ്ടും കപ്പലിൽ തീ പിടിക്കാം. ഇടിമിന്നലേറ്റാൽ ചിലപ്പോൾ തീ പിടിക്കാം, ഷോർട്ട് സർക്യൂട്ട് മൂലം തീ പിടിക്കാം. അതുമാത്രമല്ല, ചിലപ്പോൾ എക്സ്പ്ലോഷൻസ് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ തീ പിടിക്കാം. ഓയിൽ ക്യാരി ചെയ്യുന്ന കപ്പലാണെങ്കിൽ ഒരു ഓയിൽ ലീക്കേജോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ തീ പിടിക്കാം. അങ്ങനെ ഒരുപാട് കാരണം കൊണ്ട് കപ്പലിൽ തീ പിടിക്കാം. ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം സേഫ്റ്റി നോക്കിയിട്ട് മാത്രമേ ആ തീ ഫൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളാണ് ആ തീപിടുത്തം ആദ്യം സ്പോട്ട് ചെയ്യുന്നതെങ്കിൽ ഫയർ അലാം റേസ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നീട് എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാൻ ശ്രമിക്കണം. നമുക്ക് അപകടമൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ ആ തീ അണയ്ക്കാനായിട്ട് ശ്രമിക്കാൻ പാടുള്ളൂ. കപ്പലിൽ തീ പിടിപ്പിച്ച് ഒരുപാട് കപ്പലുകളെ വെള്ളത്തിൽ മുക്കിക്കൊന്ന കുപ്രസിദ്ധി ഇലക്ട്രിക് കാറുകൾക്കാണ്. ഇലക്ട്രിക് കാറുകൾ ക്യാരി ചെയ്തുകൊണ്ടിരുന്ന റോൾ ഓൺ റോൾ ഓഫ് കപ്പലുകൾ, അതായത് കാർ കാരിയേഴ്സ് ആണ് കൂടുതലായിട്ടും തീ പിടിച്ച് മുങ്ങിപ്പോയിട്ടുള്ളത്. ആ കാറുകളിൽ ഉപയോഗിച്ചിട്ടുള്ള ലിഥിയം അയൺ ബാറ്ററിയാണ് ഈ തീപിടുത്തത്തിന് കാരണമായി പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കേരള തീരത്ത് തന്നെ ഒരു കണ്ടെയ്നർ ഇപ്പോൾ തീ പിടിച്ച് മുങ്ങിയത് അതിലുണ്ടായ ഒരു എക്സ്പ്ലോഷൻ മൂലമാണ്. 4 ക്രൂ മെമ്പേഴ്സിനെ കാണാതെ ആവുകയും ചെയ്തിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള യാതൊരു ട്രേസും ഇതുവരെ കിട്ടിയിട്ടുണ്ടായില്ല. കണ്ടെയ്നർ ഷിപ്പിൽ ക്യാരി ചെയ്യുന്ന കാർഗോസ് ഒക്കെ ഏതൊക്കെ ടൈപ്പ് കാർഗോയാണ്, എന്തെല്ലാമാണെന്ന് എപ്പോഴും നമുക്ക് അറിയാനൊന്നും പറ്റിയെന്ന് വരില്ല. എക്സ്പ്ലോസീവ് ആയിട്ടുള്ള കാർഗോസ് ഒക്കെ ചിലപ്പോൾ ക്യാരി ചെയ്യുന്നുണ്ടാവാം. പെട്ടെന്നൊരു എക്സ്പ്ലോഷനിലൂടെ വരുന്നൊരു തീപിടുത്തം വളരെ അനിയന്ത്രിതമായിരിക്കും. ആ ഒരു ഏരിയ മുഴുവൻ ചിലപ്പോൾ സ്ട്രക്ചർ എല്ലാം ഇറപ്റ്റായി പോയിട്ടുണ്ടാകും. ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സിന് ഇഞ്ചുറിയോ ഒക്കെ പറ്റിയിട്ടും ഉണ്ടാകാം. കപ്പലിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ കപ്പലിൽ നിന്നിട്ടുണ്ടെങ്കിൽ കത്ത് പിടിക്കും, വെള്ളത്തിൽ ചാടി കഴിഞ്ഞാൽ മുങ്ങിച്ചാവുന്നുള്ള അവസ്ഥയാണ് ശരിക്കും. പക്ഷെ ഒരു പ്രാവശ്യം കപ്പലിൽ തീ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കരയിൽ നിന്ന് കാണുന്ന പോലെ അത്ര എളുപ്പമല്ല കപ്പലിൽ തീ അണയ്ക്കാനായിട്ട്. എത്ര വലിയ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ വരുമ്പോൾ പകുതി പേരും പേടിച്ച് പാനിക് ആവുകയാണ് ചെയ്യാറുള്ളത്. കപ്പലിന് പുറത്തൊക്കെ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ അത് അണയ്ക്കാനായിട്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. കടൽ വെള്ളം വെച്ചിട്ട് തന്നെ ആ തീ അണയ്ക്കാനായിട്ടുള്ള വാട്ടർ സ്പ്രേ സംവിധാനങ്ങളുണ്ട്. മാത്രമല്ല, കപ്പലിന്റെ അകത്ത് എഞ്ചിൻ റൂമിലൊക്കെയാണ് തീ പിടിക്കുന്നതെങ്കിൽ അത് അണയ്ക്കാനായിട്ട് കാർബൺ ഡയോക്സൈഡ് സിസ്റ്റങ്ങളുണ്ട്. കപ്പലിൽ തീ അണയ്ക്കാനുള്ള ഈ വക എല്ലാ സംവിധാനങ്ങളും പരാജയപ്പെടുമ്പോഴാണ് കപ്പലിലെ ക്രൂവിന് കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടാതെ വേറെ നിവൃത്തിയില്ലാതെ വരുന്നു. അതുമാത്രമല്ല, കപ്പലിന്റെ ലൊക്കേഷൻ അനുസരിച്ച് കരയോട് ചേർന്നാണോ അതോ കരയിൽ നിന്ന് ഒരുപാട് ദൂരെയാണോ, ഇതൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. കാര്യം കരയിൽ നിന്ന് ഒരുപാട് അകലെയാണെങ്കിൽ റെസ്ക്യൂവേഴ്സിന്, അതായത് ഫയർ ഫൈറ്റിംഗ് ടീമിനൊക്കെ അവിടെ എത്തിപ്പെടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട കപ്പലുകൾ പുറത്തുനിന്ന് തീ അണയ്ക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള കപ്പലുകളൊക്കെ ഒരുപാട് ദിവസം അവിടെ നിന്ന് കത്തി തന്നെ കടലിലേക്ക് മുങ്ങിപ്പോവുകയാണ് ചെയ്യാറുള്ളത്. ഫെലിസിറ്റി ഐസ് എന്ന് പറഞ്ഞ ഒരു കാർ കാരിയർ ഷിപ്പ് 4000 കാറുകളുമായിട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിപ്പോയി ഇപ്പോഴും കടലിന്റെ അടിത്തട്ടിൽ വിശ്രമിക്കുന്നുണ്ട്. മോർണിംഗ് മിഡാസ് എന്ന് പറഞ്ഞ ഒരു കപ്പല് പസഫിക് സമുദ്രത്തിൽ എപ്പോഴും തീ പിടിച്ച് കത്തി മുങ്ങിപ്പോകാറായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരള തീരത്തോട് ചേർന്ന് വാൻഹായ് എന്നൊരു ചൈനീസ് കപ്പല് തീ പിടിച്ച് ഇപ്പൊ മുങ്ങിപ്പോകാറായിരിക്കുന്നു. ഇങ്ങനെയുള്ള തീപിടുത്തങ്ങൾ കപ്പലിൽ ഉണ്ടാവാതിരിക്കട്ടെ, അതിനുള്ള സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളും എല്ലാവരും, കപ്പലിലുള്ളവരും മാത്രമല്ല പുറത്തുള്ള അതോറിറ്റീസും എല്ലാവരും എടുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇനി ഒരു തീപിടുത്തം മൂലം കപ്പലിൽ ഒരു ജീവനും നഷ്ടപ്പെടാതിരിക്കട്ടെ, ഒരു കപ്പലും വെള്ളത്തിൽ മുങ്ങിപ്പോവാതിരിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പ്രചോദനമാകുന്നത്. സോ താങ്ക് യു എവരിവൺ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗൈൻ നെക്സ്റ്റ് ടൈം.